ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമുക്കറിയാം നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ആവും അല്ലേ. അപ്പോൾ നമ്മുടെ CGL എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് 25 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് GK പോർഷനിൽ നിന്നാണ് അല്ലേ. ഹ്യൂജ് സിലബസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ പഠിക്കും അല്ലേ. അപ്പോൾ തൊട്ട് മുന്നത്തെ വർഷങ്ങളിലെ CGL എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുവാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലൊരു മാർക്കിന് സ്ട്രാറ്റജിക്ക് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ 2024 എന്ന് പറയുന്ന ഒരു വർഷത്തെ ഈ സ്ട്രാറ്റജിക്ക് എന്ന് പറയുന്ന പോർഷനിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുവാണെങ്കിൽ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും സ്ട്രാറ്റജിക്ക് എന്ന് പറയുന്ന പോർഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്റ്റഡ് ഫാക്റ്റുകളുമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ഒരു കാര്യം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ക്ലാസ്സിൻ്റെ ടൈം എത്രയാണോ ഡ്യൂറേഷൻ, ആ ടൈമിൽ തന്നെ പ്രോപ്പർലി എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നീടുള്ള നിങ്ങളുടെ ടൈം എന്ന് പറഞ്ഞാൽ ആ എഴുതി വെച്ചിരിക്കുന്ന നോട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. അതായത് ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു നമ്മളല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രാറ്റജിക്ക് എന്ന് പറയുന്ന പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ ശരിക്കും ഈ സ്ട്രാറ്റജിക്ക് എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ശരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന ടൈമിൽ ഇതിൽ എല്ലാ ടോപ്പിക്കും കൂടി നമ്മൾ പഠിക്കണ്ട. അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജിക്ക് എന്ന് പറയുന്ന പോർഷനിൽ തന്നെ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് കേട്ടോ. സ്ട്രാറ്റജിക്കയിൽ തന്നെ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഈ ടോപ്പിക്കിൽ നിന്നാണ് കഴിഞ്ഞ വർഷം 2024 നടന്ന CGL ഏകദേശം 225ഓളം ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഷിഫ്റ്റ് അനലൈസ് ചെയ്യുവാണെങ്കിൽ 225ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കാം. വീണ്ടും ഞാൻ പറയുന്നു, ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അതുപോലെ തന്നെ 2024 ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന എക്സാമിനും ഇതെന്തായിരിക്കും, നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ദാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണല്ലേ. Which of the following award was won by Lata Mangeshkar in the year 2001? 2001 എന്ന് പറയുന്ന വർഷം ലതാ മങ്കേഷ്കറിന് ഇതിന് ലഭിച്ചിട്ടുള്ള അവാർഡ് ഏതാണ്? 2001 ലതാ മങ്കേഷ്കറിന് ലഭിച്ചിട്ടുള്ള അവാർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഭാരത് രത്നയാണ്. ഓക്കെ, 2001 ലതാ മങ്കേഷ്കറിന് ലഭിച്ച അവാർഡ് ഏതാണെന്ന് ഓർക്കുക, ഭാരതരത്ന. അപ്പോൾ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കുക, ഈ ലതാ മങ്കേഷ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം. ഓക്കെ, അപ്പൊ ലതാ മങ്കേഷ്കറിന് ഭാരതരത്ന ലഭിച്ച വർഷമാണ് 2001. ലതാ മങ്കേഷ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1999 ഓക്കെ, ലതാ മങ്കേഷ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ് 1999. നമ്മുടെ എക്സാമിനുണ്ടല്ലോ ഈ 1999 മറ്റൊരു പ്രത്യേകത കൂടി ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം പണ്ഡിറ്റ് രവിശങ്കർ അല്ലേ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അതെന്താണ്, 1999. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1999. ഈ 1999 ലതാ മങ്കേഷ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രണ്ട് ഫാക്റ്റുകൾ 1999 എന്ന് പറയുന്ന വർഷവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കാമല്ലോ. ഇനി എക്സാമിന് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു തരട്ടെ. ഈ 1999 തന്നെയാണ് കർണം മല്ലേശ്വരി കേട്ടോ. ഈ 1999 തന്നെയാണ് കർണം മല്ലേശ്വരിക്ക് തന്നെയാണ് കർണം മല്ലേശ്വരിക്ക് പത്മശ്രീ ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ കർണം മല്ലേശ്വരി ആരായിരുന്നു? ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗെറ്റ് ആൻ ഒളിമ്പിക് മെഡൽ. ഒരു ഒളിമ്പിക് മെഡൽ നേടിത്തരുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? കർണം മല്ലേശ്വരി. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗെറ്റ് ആൻ ഇൻഡിവിജ്വൽ ഒളിമ്പിക് മെഡൽ ആരാണ്? കർണം മല്ലേശ്വരി. അപ്പോൾ ഈ കർണം മല്ലേശ്വരിയുമായിട്ട് റിലേറ്റ് ചെയ്ത് 2 പോയിന്റ് പറയട്ടെ. കർണം മല്ലേശ്വരി ഏത് ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ് കേട്ടോ. കർണം മല്ലേശ്വരി ഏത് ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ്. കർണം മല്ലേശ്വരിക്ക് 2000 ഓക്കെ, കർണം മല്ലേശ്വരിക്ക് 2000 സിഡ്നി ഒളിമ്പിക്സിൽ ഓക്കെ, കർണം മല്ലേശ്വരി 2000 സിഡ്നി ഒളിമ്പിക്സിലാണ് ഏത് മെഡൽ കരസ്ഥമാക്കുന്നത്? ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ 2000 സിഡ്നി ഒളിമ്പിക്സിൽ
വെയ്റ്റ് ലിഫ്റ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് കർണ മല്ലേശ്വരി ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കുന്നുണ്ട്. കർണ മല്ലേശ്വരിക്ക് പത്മശ്രീ ലഭിച്ച വർഷം മറക്കണ്ട, അത് 1999-ലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു. കണക്റ്റഡ് ആയിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ SSCയുടെ പല പല എക്സാമിന് ചോദിച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസിനെയാണ് ഓരോ ഫാക്ടുകളൊക്കെ പറയുന്നത്. സോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതെന്താണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോളുക. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു, ലതാ മങ്കേഷ്കറിന് 2001 ലഭിച്ചിട്ടുള്ള അവാർഡ് ഏതാണെന്ന്. അതിന് ആൻസർ ഭാരതരത്നയാണ്. ലതാ മങ്കേഷ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം അത് 1999-ലാണ്. 1999 ലതാ മങ്കേഷ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്നു. ഒപ്പം അവിടുന്ന് ഒരു കാര്യം കൂടി ഓർത്തിരിക്കാം, ഈ 1999 തന്നെയാണ് പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്നത്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്നത് ഈ 1999 തന്നെയാണ്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1999-ലാണ്. പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, സിത്താർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഈ 1999 തന്നെയാണ് കർണ മല്ലേശ്വരിക്ക് പത്മശ്രീ ലഭിക്കുന്നത്. അപ്പൊ കർണ മല്ലേശ്വരി ആരാ, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗെറ്റ് ആൻ ഇൻഡിവിജ്വൽ ഒളിമ്പിക് മെഡൽ. വെയ്റ്റ് ലിഫ്റ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. 2000 സിഡ്നി ഒളിമ്പിക്സിൽ ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കുന്നു. ഓക്കെ, ഇനി ഈ ലതാ മങ്കേഷ്കർ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലതാ മങ്കേഷ്കർ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ്? ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലതാ മങ്കേഷ്കർ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് ആൻസർ ഏതാണ്, ഏത് സ്റ്റേറ്റ് ആണ്? മധ്യപ്രദേശ് ആണ്. ഓക്കെ, ലതാ മങ്കേഷ്കർ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ മധ്യപ്രദേശിൽ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു തരട്ടെ, ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഫസ്റ്റ് ഇന്ത്യൻ മ്യൂസിഷ്യൻ ടു ഗെറ്റ് എ ഭാരതരത്ന. ഭാരതരത്ന അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ മ്യൂസിഷ്യൻ ആരാണ്? ഫസ്റ്റ് ഇന്ത്യൻ മ്യൂസിഷ്യൻ ടു ഗെറ്റ് ഭാരതരത്ന. ഭാരതരത്ന ലഭിക്കുന്ന, ഓക്കെ, ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ മ്യൂസിഷ്യൻ ആരാണ്? അതോടെ ഇതിന്റെ കൂട്ടത്തിൽ ഓർത്ത് വെച്ചോളുക, അതാരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. ഓക്കെ, ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ, ഓക്കെ, അപ്പൊ ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ മ്യൂസിഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ആരാണ്? MS സുബ്ബലക്ഷ്മി. MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം മറക്കണ്ട, അത് 1998-ലാണ്. ഓക്കെ, അപ്പൊ ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ MS സുബ്ബലക്ഷ്മി. MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന എന്നാണ്? അത് 1998-ലാണെന്ന് കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നോ, ഈ പറയുന്നതിന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇത്തവണ പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ്? ലതാ മങ്കേഷ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷമാണ് 2001. ലതാ മങ്കേഷ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം 1999-ലാണ്. അവിടെ നിന്ന് ഓർത്തോളുക, ഈ 1999 തന്നെയാണ് പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്നത്. കർണ മല്ലേശ്വരിക്ക് പത്മശ്രീ ലഭിക്കുന്നതും 1999 തന്നെയാണ്. കർണ മല്ലേശ്വരി ഏത് ഗെയിമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ വെയ്റ്റ് ലിഫ്റ്റിംഗ്. 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിന് കർണ മല്ലേശ്വരിക്ക് ബ്രോൺസ് മെഡൽ ലഭിക്കുന്നുണ്ടെന്ന് ഓർക്കുക. ലതാ മങ്കേഷ്കർ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഗവൺമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ മധ്യപ്രദേശ് ആണ്. MS സുബ്ബലക്ഷ്മിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അത് 1998. ഫസ്റ്റ് ഇന്ത്യൻ മ്യൂസിഷ്യൻ ടു ഗെറ്റ് എ ഭാരതരത്ന. ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ മ്യൂസിഷ്യൻ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ MS സുബ്ബലക്ഷ്മി. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ, ലെറ്റ്മാർ ഹോളി. ഓക്കെ, അപ്പൊ ലെറ്റ്മാർ ഹോളി ഈസ് പ്രൈമർലി സെലിബ്രേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. അപ്പൊ ലെറ്റ്മാർ ഹോളി ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ലെറ്റ്മാർ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, ലെറ്റ്മാർ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശിലെ ഏത് പ്ലേസിലാണെന്ന് ഇപ്പൊ CGL കഴിഞ്ഞ CGL ചോദിച്ചത് ലെറ്റ്മാർ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്നാ, ഉത്തർപ്രദേശ്. പക്ഷേ അതിനു മുന്നേ തന്നെ നമ്മുടെ SSCയുടെ ഒരു എക്സാമിന് ഇത് ഉത്തർപ്രദേശിൽ എവിടെയാണെന്നും ചോദിച്ചിട്ടുണ്ട്. സോ അതുകൂടി നോട്ട് ചെയ്ത് നമ്മൾ പഠിക്കണം. ബർസാന ആൻഡ് നന്ദ്ഗാവോൻ. ഓക്കെ, ബർസാന ആൻഡ് നന്ദ്ഗാവോൻ. ബർസാന ആൻഡ് നന്ദ്ഗാവോൻ. ഓക്കെ, ബർസാന ആൻഡ് നന്ദ്ഗാവോൻ എന്ന് പറയുന്ന പ്ലേസിലാണ്, ഉത്തർപ്രദേശിലെ ബർസാന ആൻഡ് നന്ദ്ഗാവോനിലാണ് ലെറ്റ്മാർ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓർക്കുക. ഓക്കെ, ബർസാന ആൻഡ് നന്ദ്ഗാവോൻ. ഓക്കെ, ഇനി
നമ്മുടെ ഹോളി നമുക്കറിയാലേ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ഒക്കെ അറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ആണ് ഏത്? ഹോളി. ഒരു തവണ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ്. ഹോളി ഫെസ്റ്റിവലിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗ്വ. ഓക്കെ, അപ്പൊ ഹോളി ഫെസ്റ്റിവൽ ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഫഗ്വ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? ഹോളി. ഓക്കെ, ഈ ഹോളി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹോളി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് മന്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഫൽഗുണ മന്തിലാണ്. അപ്പൊ പി വെച്ചിട്ട് തന്നെ ഓർക്കാം, PS അങ്ങനെ വെച്ചിട്ട് തന്നെ ഓർക്കാം. ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗ്വ. ഇത് ഏത് മന്തിലാ? ഫൽഗുണ മന്തില്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ. ഫൽഗുണ മന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറിൽ ഏതാണെന്ന് അറിയാമോ? അത് ഫെബ്രുവരി മാർച്ച് ആണ്. ഓക്കെ, ഫെബ്രുവരി മാർച്ച് ടൈം പീരീഡ്. ഇനി 2024 SSC CHSL എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നു. ഈ ഹോളി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സീസണിലാണെന്ന്. ഓക്കെ, അപ്പൊ ഹോളി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സീസണിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏത് സീസണിലാണ്? സ്പ്രിംഗ് സീസണിലാണ്. ഓക്കെ, അപ്പൊ ഹോളി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സീസണിലാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏത് സീസണിലാണ്? സ്പ്രിംഗ് സീസണിലാണ് ഹോളി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം എലിഫന്റ് ഫെസ്റ്റിവൽ അല്ലെ? എലിഫന്റ് ഫെസ്റ്റിവൽ, ഈ എലിഫന്റ് ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് കേട്ടോ. എലിഫന്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്? എലിഫന്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജസ്ഥാനിലെ ജയ്പൂരിലാണ് എലിഫന്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എലിഫന്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂർ. ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് രാജസ്ഥാനിലെ ജയ്പൂരിൽ എലിഫന്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓർത്തിരിക്കുക. അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ രത്വാനി ഗർ. ഓക്കെ, രത്വാനി ഗർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. രത്വാനി ഗർ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു ഡാൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ രത്വാനി ഗർ എന്ന് പറയുന്ന ഡാൻസ് രത്വ ട്രൈബ്, ഗുജറാത്തിലുള്ള രത്വ എന്ന് പറയുന്ന ട്രൈബ് ആണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രത്വാനി ഗർ എന്ന് പറയുന്ന ഡാൻസ് ഗുജറാത്തിലുള്ള രത്വ ട്രൈബ് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നത്. ഗുജറാത്തിലുള്ള രത്വ ട്രൈബ് ആണ് രത്വാനി ഗർ എന്ന് പറയുന്ന ഡാൻസ് പെർഫോം ചെയ്യുന്നത്. ഈ രത്വാനി ഗർ എന്ന് പറയുന്ന ഡാൻസ് പെർഫോം ചെയ്യുന്നതും ഹോളി സമയത്താണ്. ഏത് ഫെസ്റ്റിവൽ സമയത്താണ്? ഹോളി ഫെസ്റ്റിവലിന്റെ സമയത്താണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രയും ഓർത്തിരിക്കുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ഇതെല്ലാം കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചിരിക്കുക. ലക്മാർ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ എവിടെയാ? ബർസാന ആൻഡ് നന്ദഗാവും അല്ലെ? അപ്പോ ഹോളി ഫെസ്റ്റിവലാണ് എന്തെന്നറിയപ്പെടുന്നത്? ഫഗ്വ എന്നറിയപ്പെടുന്നത്. ഹോളി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്തിലാണ്, അത് ഫൽഗുണ മന്ത്. ഫൽഗുണ മന്ത് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് കലണ്ടറിൽ ഫെബ്രുവരി മാർച്ച്. ഹോളി ഫെസ്റ്റിവൽ ഏത് സീസണിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ ഏത് സീസണിലാണ്? സ്പ്രിംഗ് സീസണിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം രാജസ്ഥാനിലെ ജയ്പൂരിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് എലിഫന്റ് ഫെസ്റ്റിവൽ. ഈ എലിഫന്റ് ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഹോളി ടൈം പീരീഡിലാണ്. രത്വാനി ഗർ എന്ന് പറയുന്ന ഡാൻസ് അല്ലെ? അപ്പൊ രത്വാനി ഗർ എന്ന് പറയുന്ന ഡാൻസ് ഗുജറാത്തിലെ രത്വ ട്രൈബ് ആണ് പെർഫോം ചെയ്യുന്നത്. അതും ഏത് ടൈം പീരീഡിലാണ്? ഹോളി ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡിലാണ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അതിനു മുന്നേ നമ്മുടെ SSC CGL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ദിശ ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന ഡയറക്റ്റ് ഡൗട്ടുകൾ ഫാക്കൽറ്റീസുമായിട്ട് ക്ലിയർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇനി ഒരു പക്ഷേ ഒരു ദിവസം നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, അതിൻ്റെ റെക്കോർഡഡ് വെർഷൻസ് അവൈലബിൾ ആയിരിക്കും. ഇത് മാത്രമല്ല, നിങ്ങളെ പഠിത്തത്തിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഓൾറെഡി CGL എക്സാമിന് മുന്നേ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ആരെന്നിരിക്കട്ടെ. അപ്പം റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രോ ലെവൽ CGL കോഴ്സും അവൈലബിൾ ആണ്. അപ്പൊ അതിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവുക റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ക്ലാസ്സുകൾ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഗോവിന്ദ്ജി നർത്തനളയ ലൊക്കേറ്റഡ് അല്ലെങ്കിൽ ഗോവിന്ദ്ജി നർത്തനളയ ഡാൻസ് സ്കൂൾ ലൊക്കേറ്റഡ്.
ഗോവിന്ദ് ജി നർത്തനളയ ഡാൻസ് സ്കൂള് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഏത് സ്റ്റേറ്റിലാണ്? ഗോവിന്ദ് ജി നർത്തനളയ ഡാൻസ് സ്കൂൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂരിലാണ്. ഈ ഗോവിന്ദ് ജി നർത്തനളയ ഡാൻസ് സ്കൂള് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുരു ബിപിൻ സിംഗ് ആണ് കേട്ടോ. ഓക്കെ, ഗോവിന്ദ് ജി നർത്തനളയ ഡാൻസ് സ്കൂള് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഗുരു ബിപിൻ സിംഗ്. അപ്പൊ നമ്മുടെ എക്സാമിന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഈ ഗുരു ബിപിൻ സിംഗ് ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന്. ഓക്കെ, അപ്പൊ ഗുരു ബിപിൻ സിംഗ് ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ മണിപ്പൂരി ഡാൻസ് ആണ്. ഓക്കെ, അപ്പൊ ഗോവിന്ദ് ജി നർത്തനളയ ഡാൻസ് സ്കൂള് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂരിലാണ്. ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആരാണ്? ഗുരു ബിപിൻ സിംഗ് ആണ്. ഗോവിന്ദ് ജി അല്ലെങ്കിൽ ഈ ഗുരു ബിപിൻ സിംഗ് ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏത് ഡാൻസുമാണ്? മണിപ്പൂരി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗുരു ബിപിൻ സിംഗിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഗുരു ബിപിൻ സിംഗിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വർഷം അത് 1966ലാണ്. ഓക്കെ, ഗുരു ബിപിൻ സിംഗിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വർഷം എന്നാണ്? അത് 1966ലാണ്. ഗുരു ബിപിൻ സിംഗിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷം 1966. ഈ 1966 എന്ന് പറയുന്ന വർഷമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? 1966 ഇപ്പൊ പഠിച്ചു ഗുരു ബിപിൻ സിംഗിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചു എന്ന് നമ്മൾ പഠിച്ചു. ഈ വർഷവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി എക്സാമിന് വന്നിട്ടുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം കേട്ടോ. ഭാരതരത്ന ഞാൻ ഷോർട്ട് ഫോമിൽ BR എന്ന് കൊടുത്തേ ഉള്ളൂ. അപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 1966ലാണ്. ഓക്കെ, ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 1966ലാണ് ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഭാരതരത്ന ലഭിക്കുന്നത്. ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ. എന്താണ്? ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഭാരതരത്ന ആഫ്റ്റർ പോസ്റ്റ്മസ്ലി. മരണശേഷം ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. അതും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോ 1966ലാണ് ഗുരു ബിപിൻ സിംഗിന് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ഈ വർഷം തന്നെ ഓർക്കുക, ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഭാരതരത്ന ലഭിക്കുന്നു. ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഭാരതരത്ന ആഫ്റ്റർ പോസ്റ്റ്മസ്ലി. മരണശേഷം ഭാരതരത്ന ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത്? ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്നത്. അതും ഓർത്തിരിക്കാലോ, ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗോവിന്ദ് ജി നർത്തനളയ ഡാൻസ് സ്കൂള് എവിടെയാണെന്ന് പറഞ്ഞു? മണിപ്പൂരിലാണെന്ന് പറഞ്ഞു അല്ലെ. ഇനി നമ്മുടെ 2024 തന്നെ CGL എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു. ജവഹർലാൽ നെഹ്റു കേട്ടോ, ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി മണിപ്പൂരിൽ എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി. ഓക്കെ, അപ്പൊ ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂരിലെ ഇംഫാലിലാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? മണിപ്പൂരിലെ ഇംഫാലിലാണ്. കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഓക്കെ, അതായത് CGL എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാ. ഇനി ഈ ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി എക്സ്റ്റാബ്ലിഷ് ചെയ്ത വർഷവും കഴിഞ്ഞ CGL എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കണക്റ്റഡ് ഫാക്റ്റുകൾ പഠിച്ചു വെക്കണമെന്ന്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ 1954. ഓക്കെ, അപ്പൊ ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂരിലെ ഇംഫാലിലാണ്. ഏത് വർഷമാണ്? അത് 1954. ഈ രണ്ട് പോയിന്റ് കൂടി ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. അപ്പൊ ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി എസ്റ്റാബ്ലിഷ് ചെയ്ത് എവിടെയാണ്? മണിപ്പൂരിലെ ഇംഫാലിലാണ്. ഏത് വർഷമാണ്? അത് 1954ലാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ഇങ്ങനെയാണ്. Which of the following festival is celebrated as the birth anniversary of Guru Nanak? ഗുരു നാനാക്ക് ദേവിന്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ഫെസ്റ്റിവൽ? ഇതൊക്കെ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ ഗുരു നാനാക്ക് ആരാണ്? സിക്കിസത്തിന്റെ ഫൗണ്ടർ ആണ് ആര്? ഗുരു നാനാക്ക്. ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വരും. സിക്കിസത്തിന്റെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? ഗുരു നാനാക്ക് ആണ്. ഗുരു നാനാക്കിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് ഗുരുപുരം ഫെസ്റ്റിവൽ ആയിട്ട് പഞ്ചാബിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗുരു നാനാക്കിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് ഗുരുപുരം ഫെസ്റ്റിവൽ ആയിട്ട് പഞ്ചാബില് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ
മോഡൽ എക്സാമിന് അഗൈൻ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നു. ഈ ഗുരുനാനാക്ക് ബോൺ ചെയ്ത വർഷം. ഓക്കെ, ഗുരുനാനാക്ക് ബോൺ ചെയ്ത വർഷം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 1469 ഗുരുനാനാക്ക് ബോൺ ചെയ്യുന്നത്. ഈ ഗുരുനാനാക്ക് ബോൺ ചെയ്തത് എവിടെയാണെന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. താൽവണ്ടി എന്ന് പറയുന്ന പ്ലേസിലാണ്. ഓക്കെ, അപ്പൊ ഗുരുനാനാക്ക് ബോൺ ചെയ്ത വർഷം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അത് 1469. ഗുരുനാനാക്ക് ബോൺ ചെയ്ത പ്ലേസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൽവണ്ടി എന്ന് പറയുന്ന പ്ലേസിലാണ് ഗുരുനാനാക്ക് ബോൺ ചെയ്തത്. ഈ താൽവണ്ടി എന്ന് പറയുന്ന പ്ലേസിനെ പ്രസന്റ്ലി അറിയപ്പെടുന്ന പേര് എന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ നൻകന സാഹിബ് എന്നാണ്. ഓക്കെ, താൽവണ്ടി എന്ന് പറയുന്ന പ്ലേസിനെ പ്രസന്റ്ലി അറിയപ്പെടുന്ന പേര് എന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ നൻകന സാഹിബ് എന്നാണ്. ഓക്കെ, അപ്പൊ ഗുരുനാനാക്ക് ബോൺ ചെയ്ത വർഷം 1469. ഗുരുനാനാക്ക് ബോൺ ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ താൽവണ്ടി എന്ന് പറയുന്ന പ്ലേസിൽ. ഈ താൽവണ്ടി എന്ന് പറയുന്ന പ്ലേസിനെ പ്രസന്റ്ലി അറിയപ്പെടുന്ന പേരെന്താണ്? നൻകന സാഹിബ് എന്നാണ്. ഈ നൻകന സാഹിബ് ഇതിപ്പോ എവിടെയാണെന്ന് അറിയാമോ? പാകിസ്ഥാനിലാണ് കേട്ടോ. ഈ പ്ലേസ് എവിടെയാണ്? പാകിസ്ഥാൻ. അപ്പൊ ഒരു തവണ ഉണ്ടല്ലോ നമ്മുടെ എക്സാമിന് അഗൈൻ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു, നൻകന സാഹിബ് ഗുരുദ്വാര ലൊക്കേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന്. ഓക്കെ, നൻകന സാഹിബ് ഗുരുദ്വാര ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. നമുക്കറിയാം ഗുരുനാനാക്ക് 1469 ബോൺ ചെയ്തത് താൽവണ്ടിയിലാണെന്നും ഈ താൽവണ്ടി എന്ന് പറയുന്ന പ്ലേസിനെ നൻകന സാഹിബ് എന്നാണ് പ്രസന്റ്ലി അറിയപ്പെടുന്നത്. ഇത് പാകിസ്ഥാനിലാണെന്നും അറിയാം. അപ്പൊ നൻകന സാഹിബ് ഗുരുദ്വാര എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്ത് തന്നെയാണ്? പാകിസ്ഥാൻ തന്നെയല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ ഗുരുനാനാക്കിന്റെ ബർത്ത് ആനിവേഴ്സറി ഏത് ഫെസ്റ്റിവൽ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഗുരുപുരബ് ഫെസ്റ്റിവൽ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബൈശാഖി ഫെസ്റ്റിവൽ കണ്ടോ? ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വരും. അപ്പൊ ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ബൈശാഖി ഫെസ്റ്റിവൽ ഏത് ഇവന്റിനെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഏത് ഇവന്റിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അറിയണം. പഠിച്ചു വെച്ചോളുക. 1699 എന്ന് പറയുന്ന വർഷം എന്നാണ് 1699 എന്ന് പറയുന്ന വർഷം സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോവിന്ദ് സിംഗ്. ഓക്കെ, അപ്പൊ 1699 സിഖ് ഗുരുവായിട്ടുള്ള സിഖ് ഗുരുവിന്റെ പേരെന്താണ്? ഗുരു ഗോവിന്ദ് സിംഗ്. അപ്പൊ 1699 സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോവിന്ദ് സിംഗ് കൽസ പന്ത് ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 1699 സിഖ് ഗുരുവായിട്ടുള്ള ഗുരു ഗോവിന്ദ് സിംഗ് കൽസ പന്ത് ഫോം ചെയ്യുന്നു. സിഖുകാരുടെ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് കൽസ പന്ത് എന്ന് പറയുന്നത്. PANTH ആണ്. അപ്പൊ 1699 ഗുരു ഗോവിന്ദ് സിംഗ് കൽസ പന്ത് ഫോം ചെയ്യുന്നു. ഈ ഇവന്റിനെ കൊമമറേറ്റ് ചെയ്യാൻ, ഈ ഇവന്റിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചാബില് ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 1699 ഗുരു ഗോവിന്ദ് സിംഗ് കൽസ പന്ത് ഫോം ചെയ്യുന്നു. ഈ ഇവന്റിനെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചാബില് ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, കൽസ പന്ത് ഫോം ചെയ്യുന്നത് ആരാണ്? ഗുരു ഗോവിന്ദ് സിംഗ്. കൽസ പന്ത് ഏത് വർഷമാണ് ഫോം ചെയ്തതെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 1699. ഓക്കെ, ഇനി ഈ ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് മന്ത് ആണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഏത് മന്താണ്? അത് ഏപ്രിൽ മന്താണ്. ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് മന്തിലാണ്? ഏപ്രിൽ മന്തിൽ. ഒരു കാര്യം കൂടി ക്വസ്റ്റ്യൻ വന്നു. നമുക്കറിയാം 1990 ഏത് ഇൻസിഡന്റ്? ജാലിയൻ വാലാബാഗ് മസാക്കർ അല്ലെ? 1990 ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്നത്. അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു, ഈ 1990 ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്ന ടൈമിൽ പഞ്ചാബിൽ സെലിബ്രേറ്റ് ചെയ്ത ഫെസ്റ്റിവൽ ഏതായിരുന്നു? അത് ബൈശാഖി ഫെസ്റ്റിവൽ ആയിരുന്നു. ഓക്കെ, അപ്പൊ 1699 ഗുരു ഗോവിന്ദ് സിംഗ് കൽസ പന്ത് ഫോം ചെയ്തു. ഈ ഇവന്റിനെ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചാബിൽ ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓർക്ക, ബൈശാഖി ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് മന്തിലാണ്? ഏപ്രിൽ മന്തിൽ. 1990 വർഷം 1990 ജാലിയൻ വാലാബാഗ് മസാക്കർ നടക്കുന്നു. ആ ടൈമിൽ പഞ്ചാബിൽ സെലിബ്രേറ്റ് ചെയ്ത ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാലും അതിന് ആൻസർ ഏതാണ്? ബൈശാഖി ഫെസ്റ്റിവൽ ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ കണ്ടോ? അതുമായിട്ട് റിലേറ്റ് ചെയ്തും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹോല മൊഹല്ല ഫെസ്റ്റിവൽ. ഓക്കെ, ഹോല മൊഹല്ല ഫെസ്റ്റിവൽ. ഈ ഹോല മൊഹല്ല ഫെസ്റ്റിവലും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഗുരു ഗോവിന്ദ് സിംഗ് തന്നെയാണ് കേട്ടോ. ഹോല മൊഹല്ല ഫെസ്റ്റിവലും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. അത്ര എന്ത് ചെയ്യാ പ്രോപ്പർലി ഓർത്തിരിക്കാമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ഡാൻസ്. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ഡാൻസ് എക്സ്റ്റാബ്ലിഷ് ചെയ്ത് എന്നാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ഡാൻസ് എക്സ്റ്റാബ്ലിഷ് ചെയ്ത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1964 ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ഡാൻസ് എക്സ്റ്റാബ്ലിഷ് ചെയ്ത് എവിടെ എന്നാണ്? 1964. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്.
എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ന്യൂഡൽഹിയിൽ. അപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ഡാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത 1964 എവിടെയാണ്? ന്യൂഡൽഹിയിൽ. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കഥക് ഡാൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 1964 എവിടെയാണ്? ന്യൂഡൽഹിയിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. തബല പ്ലെയർ ഉസ്താദ് സക്കീർ ഹുസൈൻ വാസ് awarded which of the following awards by the government of India 2023? 2023 സക്കീർ ഹുസൈന് ലഭിച്ചിട്ടുള്ള അവാർഡ് ഏതാണ്? ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇതില് ഈ പത്മ അവാർഡ്സ് 3 സക്കീർ ഹുസൈൻ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ സക്കീർ ഹുസൈൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അറിയണം? തബലയാണ്. സക്കീർ ഹുസൈന്റെ ഫാദർ ആണ് ആരെന്ന് പറയുന്നത്? ഉസ്താദ് അല്ലാരഗ എന്ന് പറയുന്നത്. അപ്പം ഉസ്താദ് അല്ലാരഗ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? തബലയാണ്. ഓക്കെ, ഉസ്താദ് അല്ലാരഗ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? തബലയാണ്. ഓക്കെ, അപ്പോ ഉസ്താദ് അല്ലാരഗയുടെ മകനാണ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. സക്കീർ ഹുസൈനും തബല ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സക്കീർ ഹുസൈന് ഈ പത്മ അവാർഡ്സ് 3 ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, സക്കീർ ഹുസൈന് ഈ പത്മ അവാർഡ്സ് 3 ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. സക്കീർ ഹുസൈന് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്, 2023. അപ്പൊ 2023 സക്കീർ ഹുസൈൻ ലഭിച്ചിട്ടുള്ള അവാർഡ് ഏതാ? പത്മവിഭൂഷണ. ഓക്കെ, ഈ സക്കീർ ഹുസൈന് തന്നെ പത്മഭൂഷൺ ലഭിച്ച വർഷം അത് 2002. നമ്മുടെ കഴിഞ്ഞ CGL എക്സാമിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ. സക്കീർ ഹുസൈന് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണെന്ന്. അതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. എന്നാണ്? 2002. പഠിച്ചു വെച്ചോണേ. അപ്പൊ സക്കീർ ഹുസൈന് പത്മവിഭൂഷൺ ആണെങ്കിൽ 2023, പത്മഭൂഷൺ ആണെങ്കിലോ 2002. ഓക്കെ, അപ്പൊ സക്കീർ ഹുസൈന് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 2002. സക്കീർ ഹുസൈന് പത്മശ്രീ ലഭിക്കുന്ന വർഷമോ? അത് 1988. ഓക്കെ, സക്കീർ ഹുസൈന് പത്മശ്രീ ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 1988. ഓക്കെ, ഈ 2002 എന്ന് പറയുന്ന വർഷവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്കുക. 2002 അല്ലെ? നമുക്കറിയാം നമ്മുടെ മഹാബോധി ടെമ്പിൾ, ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മഹാബോധി മുന്നേ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. മഹാബോധി ടെമ്പിൾ, ഈ മഹാബോധി ടെമ്പിളിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷം 2002. മഹാബോധി ടെമ്പിൾ എവിടെയാണ്? ബീഹാറിലാണ്. ഈ മഹാബോധി ടെമ്പിളിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്യുന്ന വർഷവും ഈ 2002 ആണ്. വർഷമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പറഞ്ഞു തന്നെയാണ്, അതുകൂടി ഓർത്തിരിക്കുക. അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, അത്തവണ കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടാവും. സക്കീർ ഹുസൈന് പത്മ അവാർഡ്സ് 3 ലഭിച്ചിട്ടുണ്ട്. അതിൽ പത്മശ്രീ ആണെങ്കിൽ 1988, പത്മഭൂഷൺ ആണെങ്കിൽ 2002, പത്മവിഭൂഷൺ ആണെങ്കിൽ 2023. ഓക്കെ, അപ്പോ നമുക്കറിയാം ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ ആൾക്കാരുടെ പേരുകൾ നമ്മുടെ കഴിഞ്ഞിട്ടുള്ള SSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരുടെ പേര് ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് പേരുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം 2 പേര്, അവരെ ഞാൻ എഴുതണ്ടല്ലോ. ഉസ്താദ് അല്ലാരഗയെ അറിയാം, സക്കീർ ഹുസൈനെ അറിയാം. ഓക്കെ, ഇനി സബീർ ഖാൻ. ഓക്കെ, എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് കിഷൻ മഹാരാജ്. ഓക്കെ, പണ്ഡിറ്റ് കിഷൻ മഹാരാജ് തബലയുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ സബീർ ഖാൻ തബലയുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ്. പണ്ഡിറ്റ് കിഷൻ മഹാരാജ്. അതുപോലെ തന്നെ നിഖിൽ ജ്യോതി ഘോഷ്, നിഖിൽ ജ്യോതി ഘോഷ്, ബിക്രം ഘോഷ്, ബിക്രം ഘോഷ്, ഇതിലെല്ലാ പേരും ചോദിച്ചിട്ടുള്ളതാണ്. നിഖിൽ ജ്യോതി ഘോഷ്, ബിക്രം ഘോഷ്, അനോഖ്ലാൽ മിശ്ര, അനോഖ്ലാൽ മിശ്ര, അനന്തഗോപാൽ ബന്ദ്യോപാധ്യായ്. അനോഖ്ലാൽ മിശ്ര, അനന്തഗോപാൽ ബന്ദ്യോപാധ്യായ്. ഓക്കെ, ഇത്രയും പറഞ്ഞ പേഴ്സൺസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ 6 ക്വസ്റ്റ്യൻസാ. ഈ 6 പേരുടെ പേരെന്ന് പറഞ്ഞാൽ 6 ക്വസ്റ്റ്യൻ എക്സാമിന് വെച്ചിട്ടുള്ള 6 ക്വസ്റ്റ്യൻസാ. ഓക്കെ, അപ്പൊ നമുക്ക് 2 പേരെ അറിയാം അല്ലേ? ആരൊക്കെയാ? ഉസ്താദ് അല്ലാരഗ തബലയാണ്. ഉസ്താദ് അല്ലാരഗയുടെ മകനായിട്ടുള്ള സക്കീർ ഹുസൈനും തബലയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സബീർ ഖാൻ, പണ്ഡിറ്റ് കിഷൻ മഹാരാജ്, നിഖിൽ ജ്യോതി ഘോഷ്, ബിക്രം ഘോഷ്,
അനോഖ്ലാൽ മിശ്ര, അനന്തഗോപാൽ ബന്ദ്യോപധ്യായ്. ആളുകളുടെ പേരുകൾ സബീർ ഖാൻ, പണ്ഡിറ്റ് കിഷൻ മഹാരാജ്, നിഖിൽ ജ്യോതി ഘോഷ്, വിക്രം ഘോഷ്, അനോഖ്ലാൽ മിശ്ര, അനന്തഗോപാൽ ബന്ദ്യോപധ്യായ്. ഇവരെല്ലാം എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? തബല ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓർത്തിരിക്കാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാംഗുബായ് ഹങ്കൽ ആൻഡ് പ്രഭ ആത്രേ വേർ ദ എക്സ്പോണൻസ് ഓഫ്. അപ്പൊ ഒരുപാട് തവണ ഗാംഗുബായ് ഹങ്കൽ നമ്മുടെ എക്സാമിന് തന്നെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗാംഗുബായ് ഹങ്കലും പ്രഭ ആത്രയും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കിരാന ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഗാംഗുബായ് ഹങ്കലും പ്രഭ ആത്രയും ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കിരാന ഘരാന. അപ്പൊ ഇങ്ങനെ കൂടി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് കിരാന ഘരാന. ഓക്കെ, അപ്പൊ കിരാന ഘരാനയുടെ ഫൗണ്ടർ ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അബ്ദുൽ കരീം ഖാൻ ആണ്. ഓക്കെ, കിരാന ഘരാനയുടെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അബ്ദുൽ കരീം ഖാൻ ആണ് കിരാന ഘരാനയുടെ ഫൗണ്ടർ. ഈ കിരാന ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള മറ്റൊരു പേഴ്സൺ ആണ് പണ്ഡിറ്റ് ഭീംസൺ ജോഷി. ഓക്കെ, കിരാന ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ മറ്റൊരു പേഴ്സൺ ആണ് പണ്ഡിറ്റ് ഭീംസൺ ജോഷി. പണ്ഡിറ്റ് ഭീംസൺ ജോഷി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ കിരാന ഘരാനയാണ്. പണ്ഡിറ്റ് ഭീംസൺ ജോഷിക്ക് ഭാരതരത്ന ലഭിക്കുന്നുണ്ട് കേട്ടോ. പണ്ഡിറ്റ് ഭീംസൺ ജോഷിക്ക് ഭാരതരത്ന ലഭിക്കുന്നു. ഓക്കെ, പണ്ഡിറ്റ് ഭീംസൺ ജോഷിക്ക് ഭാരതരത്ന ലഭിക്കുന്നു. അതേത് വർഷമാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 2008 ഓക്കെ, പണ്ഡിറ്റ് ഭീംസൺ ജോഷിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 2008. അപ്പൊ പറഞ്ഞത് ഗാംഗുബായ് ഹങ്കൽ, പ്രഭ ആത്രേ രണ്ടുപേരും ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കിരാന ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. കിരാന ഘരാനയുടെ ഫൗണ്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? അത് അബ്ദുൽ കരീം ഖാനെയാണ്. കിരാന ഘരാനയുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് ആര്? പണ്ഡിറ്റ് ഭീംസൺ ജോഷി. പണ്ഡിറ്റ് ഭീംസൺ ജോഷിക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അത് 2008. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഹരിപ്രസാദ് ചൗരാസിയ, an Indian flutist in the Hindustani classical tradition, was awarded with which of the following awards in 2000? അപ്പൊ ഹരിപ്രസാദ് ചൗരാസിയക്ക് ഇന്ത്യൻ ഫ്ലൂട്ടിസ്റ്റ് ആണെന്ന് അറിയാലോ. 2000 ലഭിക്കുന്ന അവാർഡ് ഏതാണ്? അപ്പൊ ഹരിപ്രസാദ് ചൗരാസിയ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹരിപ്രസാദ് ചൗരാസിയ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഹരിപ്രസാദ് ചൗരാസിയ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫ്ലൂട്ട്. അപ്പോ ഈ ബാംബു ഫ്ലൂട്ട് ഉണ്ടല്ലോ, ബാംബു ഫ്ലൂട്ട്, ഈ ബാംബു ഫ്ലൂട്ടിനെയാണ് ബാൻസുരി എന്നറിയപ്പെടുന്നത്. ബാംബു ഫ്ലൂട്ടിനാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ബാൻസുരി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഹരിപ്രസാദ് ചൗരാസിയ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തും ആൻസർ പറയാം, ബാൻസുരി എന്നും ആൻസർ പറയാം. ഹരിപ്രസാദ് ചൗരാസിയക്ക് 2000 ലഭിച്ചിട്ടുള്ള അവാർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പത്മവിഭൂഷൺ ആണ്. ഓക്കെ, ഹരിപ്രസാദ് ചൗരാസിയക്ക് 2000 ലഭിച്ചിട്ടുള്ള അവാർഡ് ഏതാണ്? അത് പത്മവിഭൂഷൺ ആണ്. ഓക്കെ, ഹരിപ്രസാദ് ചൗരാസിയക്ക് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം അത് 1992 നമ്മുടെ പ്രോജക്ട് എലിഫന്റ് ഒക്കെ ഏത് വർഷമാണ്? 1992 ഓക്കെ, അപ്പൊ ഹരിപ്രസാദ് ചൗരാസിയക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം 2000 പത്മഭൂഷണോ 1992. ഓക്കെ, ഇനി ഈ ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് പൈനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് പന്നലാൽ ഘോഷിനെയാണ്. പൈനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് പന്നലാൽ ഘോഷ്. പന്നലാൽ ഘോഷ് ഈസ് ഓൾസോ നോൺ ആസ്, പന്നലാൽ ഘോഷ് തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇത് അമൽ ജ്യോതി ഘോഷ്. കേട്ടോ, പന്നലാൽ ഘോഷ് ഈസ് ഓൾസോ നോൺ ആസ് അമൽ ജ്യോതി ഘോഷ്. വൺ സെക്കൻഡ്. പൈനിയർ ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ഫ്ലൂട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? പന്നലാൽ ഘോഷിനെയാണ്. പന്നലാൽ ഘോഷ് ഈസ് ഓൾസോ നോൺ ആസ് അമൽ ജ്യോതി ഘോഷ്. ഓക്കെ, പന്നലാൽ ഘോഷ് ഈസ് ഓൾസോ നോൺ ആസ് അമൽ ജ്യോതി ഘോഷ്. ഓക്കെ, പന്നലാൽ ഘോഷ് ഈസ് ഓൾസോ നോൺ ആസ് അമൽ ജ്യോതി ഘോഷ്. ഓക്കെ, ഇനി ഈ ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സാമിന് വെച്ചിട്ടുള്ള ഒരു 2 പേരുകൾ കൂടി പറഞ്ഞുതരാം. സിക്കിൽ മാല ചന്ദ്രശേഖർ. ഡയറക്ട്ലി തന്നെ ക്വസ്റ്റ്യൻ വരും, സിക്കിൽ മാല ചന്ദ്രശേഖർ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഇൻസ്ട്രുമെന്റ്. വീണ്ടും ഞാൻ പറയുന്നു, ഇതിൽ ഒരു പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യരുതേ. ഈ ഫാക്ടുകളെല്ലാം എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം സിക്കിൽ മാല ചന്ദ്രശേഖർ ഇങ്ങനെ പഠിക്കുന്ന തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യും, ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ സിക്കിൽ മാല ചന്ദ്രശേഖറും ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു.
രാജേന്ദ്ര കുലകർണി. സിക്കിൽമാല ചന്ദ്രശേഖർ ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. രാജേന്ദ്ര കുലകർണി. ഓക്കെ. TR മഹാലിംഗം. TR മഹാലിംഗം. അപ്പൊ ഇവരൊക്കെ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? ഫ്ലൂട്ട്. പന്നലാൽ ഘോഷ് ഈസ് ഓൾസോ നോൺ ആസ് അമൽ ജ്യോതി ഘോഷ്, സിക്കിൽമാല ചന്ദ്രശേഖർ, രാജേന്ദ്ര കുലകർണി, TR മഹാലിംഗം. ഓക്കെ. സിക്കിൽമാല ചന്ദ്രശേഖർ, രാജേന്ദ്ര കുലകർണി, TR മഹാലിംഗം. ഇവരൊക്കെ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഫ്ലൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കൂവല്ലം ഈസ് എ ഫേമസ് ഡാൻസ് ഓഫ്. അപ്പം ഏത് സ്റ്റേറ്റിലെ ഫേമസ് ഡാൻസ് ആണ് കൂവല്ലം? കൂവല്ലം ഇസ് ദ ഫേമസ് ഡാൻസ് ഓഫ് മിസോറാം. ഓക്കെ. മിസോറാമിലെ ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത്? കൂവല്ലം എന്ന് പറയുന്നത്. കൂവല്ലം ഇസ് ദ ഫേമസ് ഡാൻസ് ഓഫ് മിസോറാം. മിസോറാമിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ആണ് ചെരാവു. ഓക്കെ. മിസോറാമിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ആണ് ചെരാവു. ബാംബു ഡാൻസ് എന്നറിയപ്പെടുന്നത് ഈ ചെരാവു ഡാൻസിനെയാണ്. ഓക്കെ. മിസോറാമിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ആണ് ഏത്? കൂവല്ലം. ബാംബു ഡാൻസ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഈ ചെരാവു ഡാൻസിനെയാണ്. ഈ ചെരാവു ഡാൻസ് പെർഫോം ചെയ്യുന്നത് മിസോറാമിലെ ചാപ്ചാർകട്ട് ഫെസ്റ്റിവലിലാണ് കേട്ടോ. ഓക്കെ. മിസോറാമിലെ ചാപ്ചാർകട്ട് ഫെസ്റ്റിവലിന്റെ ടൈം പീരീഡിലാണ് ഈ ഒരു ഡാൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ കൂവല്ലം എവിടെയാണ്? മിസോറാമിലാണ്. ചെരാവു ഡാൻസ് എവിടെയാണ്? മിസോറാമിലാണ്. ചെരാവു ഡാൻസ് എന്ന് പറയുന്നത് എന്താണ്? ബാംബു ഡാൻസ് ആണ്. ഓർക്കുക, ചാപ്ചാർകട്ട് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈം പീരീഡിലാണ് ഈ ചെരാവു ഡാൻസ് മിസോറാമിൽ പെർഫോം ചെയ്യുന്നത്. ഓക്കെ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പര്യുഷാര ഫെസ്റ്റിവൽ ആണ് അല്ലെ. ഈ പര്യുഷാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജെയിനിസം ആണ്. ഓക്കെ. പര്യുഷാര ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് കമ്മ്യൂണിറ്റി ആണെന്ന് ക്വസ്റ്റ്യൻ വന്നു? ജൈനിസം. അതുപോലെ തന്നെ മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ കേട്ടോ. മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ. മഹാമസ്താഭിഷേക ഫെസ്റ്റിവലും ജൈനിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. മഹാമസ്താഭിഷേക ഫെസ്റ്റിവലും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ജൈനിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഈ മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ ശരിക്കും 12 ഇയേഴ്സ് കൂടുമ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ പര്യുഷാര ഫെസ്റ്റിവൽ എന്താണ്? ജൈനിസം ആണ്. മഹാമസ്താഭിഷേക ഫെസ്റ്റിവലും ജൈനിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. 12 ഇയേഴ്സ് കൂടുമ്പോഴാണ് മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ എവിടെയാണ്? കർണാടകയിലാണ് കേട്ടോ. മഹാമസ്താഭിഷേക ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിൽ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തേരാതാളി ഫോക്ക് ഡാൻസ്. ഓക്കെ. അപ്പൊ തേരാതാളി ഫോക്ക് ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജസ്ഥാൻ അല്ലെ. അപ്പൊ രാജസ്ഥാനിലെ മറ്റു ഡാൻസ് ആണ് കൽബേലിയ ഡാൻസ് ഫോം. എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രാജസ്ഥാനിലാണ്. ഗൂമർ ഡാൻസ് എവിടെയാണ്? രാജസ്ഥാനിലാണ്. അതുപോലെ തന്നെയാണ് ചാരി ഡാൻസ് രാജസ്ഥാനിൽ തന്നെയാണ്. എല്ലാം എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടേ. ചാക്രി ഡാൻസോ? അതും രാജസ്ഥാനിലാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ഡാൻസുകളാണ് പറഞ്ഞു തന്നത്. അപ്പൊ കൽബേലി ഡാൻസ് എവിടെയാണ്? രാജസ്ഥാനില്. ചാരി ഡാൻസും ചാക്രി ഡാൻസും രാജസ്ഥാനിലാണ്. ഗൂമറും എവിടെയാണ്? രാജസ്ഥാനില്. ചാക്രി ഡാൻസ് രാജസ്ഥാനിലാണെന്ന് പറഞ്ഞു. ഇങ്ങനെ കൂടി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ചാക്രി ഫോക്ക് സോങ് എവിടെയാണെന്ന് കേട്ടോ. ഓക്കെ. അപ്പൊ ചാക്രി ഡാൻസ് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ചാക്രി ഫോക്ക് സോങ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ചാക്രി ഫോക്ക് സോങ് എവിടെയാണ്? ജമ്മു കാശ്മീരിൽ. അപ്പൊ കൽബേലിയ ഡാൻസ് ഫോം അല്ലെ. കൽബേലിയ ഡാൻസ് ഫോമിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കൽബേലിയ ഡാൻസ് ഫോം ഈസ് ഓൾസോ നോൺ ആസ് സപ്പേറ ഡാൻസ്. ഓക്കെ. ഈ കൽബേലിയ ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്ന ഒരാളുടെ പേരാണ് ഗുലാബോ സപ്പേറ എന്നുള്ളത്. കൽബേലിയ ഡാൻസ് ഫോമിനെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്ന എന്നാണ് 2010 അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറക്കാതെ ഓർത്തിരുന്നോളുക. തേരാതാളി ഫോക്ക് ഡാൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രാജസ്ഥാനിലാണ്. കൽബേലിയ ഡാൻസ് എവിടെയാണ്? രാജസ്ഥാനില്. അപ്പൊ കൽബേലിയ, ഗൂമർ, ചാരി, ചാക്രി. ഓക്കെ. ചാക്രി ഡാൻസ് എവിടെയാണ്? രാജസ്ഥാനില്. ചാക്രി സോങ് എവിടെയാണ്? അത് ജമ്മു കാശ്മീരിൽ. കൽബേലിയ ഡാൻസ് ഫോമിനെ തന്നെയാണ് സപ്പേറ ഡാൻസ് ഫോം എന്ന് അറിയപ്പെടുന്നത്. ഈ ഡാൻസ് ഫോം പെർഫോം ചെയ്യുന്ന ഒരാളാണ് ഗുലാബോ സപ്പേറ. 2010
കൽബയിലെ ഡാൻസ് ഫോമിനെ യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുന്നത്? ഈ 2010 എന്ന് പറയുന്ന വർഷം 2024 CHSL എക്സാമിലൂടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ചധികം ഫാക്റ്റുകൾ കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതിനെ കൂടെ തന്നെ പഠിച്ചു പോകുമെന്ന് വിചാരിക്കുന്നു. അതെന്ത് ചെയ്യുക? വീണ്ടും നിങ്ങൾക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കുക. കൃത്യമായ റിവിഷനാണ് GK സബ്ജക്റ്റുകൾ നമ്മളെ ഓർത്തിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. മറക്കാതിരിക്കുക. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.